ധ്യാനിനെ ബ്രിട്ടീഷ് മുല്ലയിൽ അവാർഡ് നൈറ്റിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ ആദ്യം ഞങ്ങൾ പരിഗണിച്ചത് മറ്റൊരാളെയായിരുന്നു. അയാൾ ഞങ്ങളോട് ചോദിച്ചു അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും എമിറേറ്റ്സിൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റും 5 സ്റ്റാർ ഹോട്ടലിൽ താമസവും സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ അരമണിക്കൂറിനും 10 ലക്ഷം രൂപയുമാണ്. ഞെട്ടിപ്പോയി. അതിനുശേഷമാണ് ധ്യാനിനെ വിളിച്ചത്. ധ്യാനിന് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. അയാൾക്കൊരു ടിക്കറ്റ് വേണം, ഈ ചെറിയ നിശ്ചിത പ്രതിഫലവും വേണം. സംഘാടകർ അദ്ദേഹത്തിന് ബുക്ക് ചെയ്ത് കൊടുത്തത് ഒരു ട്രാവൽ ലോഡ്ജ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു 2 സ്റ്റാർ ഹോട്ടലാണ്. ഒരു പരാതിയുമില്ലാതെ അദ്ദേഹം അവിടെ താമസിച്ചു. ഞങ്ങൾ രാത്രിയിൽ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ വളരെയധികം തമാശ പറഞ്ഞു, വളരെയേറെ തമാശ പറഞ്ഞു, സിനിമ കഥകളൊക്കെ പറഞ്ഞു. ഒരു പരാതിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. 4 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. പക്ഷെ 4 ഞങ്ങളുടെ ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം വിളിച്ചു എന്താ വരാത്തതെന്ന് ചോദിച്ചു. ഭക്ഷണം അതൊക്കെ തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചോളാം. തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചു. വന്നു 4 മണിക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്നു. സ്റ്റേജിൽ നിന്ന് പിന്നെ പോകുന്നത് 11 മണിയായപ്പോഴാണ്. അത്രയും നേരം അവിടെ ഉണ്ടായിരുന്നു. വിളിച്ചപ്പോഴൊക്കെ സ്റ്റേജിൽ കയറി തമാശകൾ പറഞ്ഞു. ആളുകൾ ഫോട്ടോ എടുക്കാമെന്നവർ ഫോട്ടോ എടുത്തു. യാതൊരു ജാഠയുമില്ലാതെ, യാതൊരുവിധ പ്രതിസന്ധിയും സൃഷ്ടിക്കാതെ, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സാധാരണ സിനിമാകാരങ്ങളെ കുറിച്ച് ആളുകൾ പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഹിറ്റായിരിക്കും വ്യക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനെ സിമ്പിൾ ആകാൻ കഴിയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നുമല്ലാതിരിക്കുന്നു. അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കണ്ട. അപ്പോൾ ശോഭ പുറത്ത് പോയിട്ട് പറയുന്ന കേട്ടു can I have 1 glass of ചായ ആൻഡ് പഴംപൊഴി എന്ന് എന്തോ പറഞ്ഞ അല്ലേ? ശോഭ പഴംപൊരിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ? ബനാന ഫ്രിറ്റേഴ്സ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത്. അടുത്തൊരു തിരിച്ചറിവും ഒരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട്. അന്ന് ഇതുപോലത്തെ ജഡ്ജിമാരും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മാത്രം. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ ഓർ ഭാവന, വാട്ട് ഈസ് എ വിമൺ, എന്തൊക്കെയാ ബിൻചേട്ടാ, ഹു ആർ യു, വാട്ട് ആർ യു ഡൂയിങ്, ഇതൊക്കെയാണോ ചോദ്യം? ഞാൻ ചോദിക്കുന്നേക്കാട്ടും നല്ല നിങ്ങൾക്കാണ് ഒറിജിനലി ചോദിക്കാൻ പറ്റുന്നത്. എനിക്ക് ആ പടം ഒരൊറ്റ ചോദ്യമുള്ളൂ. എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനമാണ് ശ്രീനിവാസൻ സാർ. അതെ, ശ്രീനിവാസൻ സാറിന് എങ്ങനെ ഇങ്ങനെ ഒരു മോനുണ്ടായെന്ന് എനിക്ക് അയ്യോ അയ്യോ, ഞാൻ ഇത്രയും നേരം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന എൻ്റെ ഇത് ഇമേജ് ബിൽഡ് തകർത്ത് കളഞ്ഞല്ലോ. ഇപ്പിച്ച് 2 സിനിമകൾ വന്നു. ഒന്ന് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ് ദിലീപേട്ടനോടൊരു സിനിമ വന്നു, അത് തരക്കേടില്ലാതെ ഓടി. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു, അതും അത്ഭുതം എന്ന് പറയട്ടെ ഓടി. അങ്ങനെ അപ്പൊ എനിക്ക് ഞാൻ ഓടി കാശ് കിട്ടി പ്രൊഡ്യൂസറിന്. അങ്ങനെ ഇടയ്ക്ക് അങ്ങനെയുള്ള വർഷത്തിലൊരിക്കലൊക്കെ സംഭവിക്കുള്ളൂ ഈ അവാർഡ് ഫംഗ്ഷനൊക്കെ പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കെ വീട്ടിൽ അത്യാവശ്യം മതിപ്പൊക്കെ വന്ന് തുടങ്ങിയ സമയം. ഇപ്പം കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് വീട്ടിൽ പോകുമ്പോഴൊക്കെ അച്ഛനൊരു ഇതൊക്കെ ഉണ്ട്, വിലയൊക്കെ ഉണ്ട്. അതിനിടയിൽ എൻ്റെ ഒരു സിനിമ ടി വിയിൽ വന്നു. സിനിമ ഏതെന്ന് ഞാൻ പറയുന്നില്ല. അത് വളരെ യാദൃശ്ചികമായി പുള്ളി അച്ഛൻ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടാതെ എന്നെ, ഞാൻ വീട്ടിലേക്ക് വരുന്നതും കാത്ത് ഉറങ്ങാതിരിക്കുക, എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങി സ്ഥിരം. കാരണം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്യാത്ത 500ഓളം സിനിമകളാണ് മലയാള സിനിമയ്ക്ക് എൻ്റെ സംഭാവന. ചെയ്യാത്ത ആ 500ഓളം സിനിമകളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബം നോക്കാൻ വേണ്ടി, അച്ഛന് വേണ്ടി. അപ്പോൾ അത് ചേട്ടൻ പറഞ്ഞ ആ അച്ഛൻ വിട്ട 500ഓളം സിനിമകളാണ് കണ്ടിരിക്കുന്നത് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകെ അതിൻ്റെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഇത് എന്ത് കണ്ടിട്ടാണ്, കഥയൊന്നും കേൾക്കാതെ വെറുതെ അങ്ങോട്ട് ചെയ്യുകയാണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം നമ്മൾ പറയും സ്വാഭാവികമായിട്ടും ചില കഥകളൊക്കെ രസമില്ലെങ്കിൽ അത് ചെയ്യേണ്ട, ചേട്ടാ നമ്മുടെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ കൺവിൻസ് ചെയ്തു. അപ്പം എന്നോട് ചോദിച്ചു ആരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, കാശ് മുടക്കാൻ ഒരാളുണ്ടാവില്ല. ഞാൻ പറഞ്ഞു അതും നമ്മുടെ ഒരു സുഹൃത്താണ്. അവർക്കത് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു ആ സിനിമയിൽ. ചിലപ്പോൾ പാളിപ്പോവുമല്ലോ. പെട്ടെന്ന് പുള്ളി പറഞ്ഞു എന്നാലും അവനൊരു ബുദ്ധിയും ബോധമില്ല ഇങ്ങനൊരു കഥയൊക്കെ എടുത്ത് സിനിമ ചെയ്യാന്ന് പറഞ്ഞു. നീയോ പറഞ്ഞില്ല? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി, ഇവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചു പോകുന്ന അച്ഛാ എന്ന് പറയാൻ പെട്ടെന്ന് എന്നോട് പറയാ ഇതിലും ഭേദം മരിക്കുന്നതാണ്, ഇങ്ങനെ ജീവിക്കേണ്ടത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ ടോപ്പിക്ക് മാറ്റുന്ന പോലെ എന്നോട് പെട്ടെന്ന് ചോദിച്ചു, നീ
ഇപ്പം കഴിഞ്ഞ ജൂൺ 22 അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, നീ അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഞാൻ ആ ദിവസം ദുബായിലൊരു പ്രോഗ്രാം. നീ വന്നിരുന്നെങ്കിൽ അവശ്യ കലാകാരന്മാർക്ക് 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്, ഇത്തവണ എനിക്ക് കിട്ടും, എനിക്കത് വേണ്ട, നിനക്ക് തന്നാരാന്ന് പറഞ്ഞേനെ. അച്ഛന് നല്ല മതിപ്പായി.